നമസ്കാരം. എല്ലാ ദൂരദർശൻ പ്രേക്ഷകർക്കും ഓംബുഡ്സ്മാൻ സ്പീക്ക് എന്ന് പറയുന്ന ഈ പ്രത്യേക അഭിമുഖത്തിലേക്ക് ഹാർദമായ സ്വാഗതം. വളർന്നു വരുന്ന ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ധനകാര്യ മേഖലയ്ക്ക് ശ്രദ്ധേയമായൊരു പങ്കുണ്ട്. പുതിയ ധനകാര്യ സ്ഥാപനങ്ങളുണ്ട്, പുതിയ ധനകാര്യ സേവനങ്ങളുണ്ട്. എന്നാൽ അതിനോടനുബന്ധിച്ച് തന്നെ പല ധനകാര്യ കുറ്റകൃത്യങ്ങളും വളർന്നു വരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഉപഭോക്താക്കൾക്ക് സാമ്പത്തിക മേഖലയെക്കുറിച്ചുള്ള യഥാർത്ഥ ഇൻഫർമേഷൻ നൽകുന്നതിന് ചുക്കാൻ പിടിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. 2022 മുതൽ ഓംബുഡ്സ്മാൻ സ്പീക്ക് എന്ന് പറയുന്ന ഒരു പരിപാടിയിലൂടെയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ജനങ്ങളിലേക്ക് എത്തിച്ചെല്ലുന്നത്. 2021 ആരംഭിച്ച റിസർവ് ബാങ്ക് ഇൻ്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീമാണ് ഇതിൻ്റെ എല്ലാം കേന്ദ്രബിന്ദു. ഈ വിഷയത്തിൽ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓംബുഡ്സ്മാനായ ശ്രീ ആർ കമലക്കണ്ണൻ സാറാണ്. സാർ, ഈ ചർച്ചയിലേക്ക് സ്വാഗതം. നമസ്കാരം. ഓംബുഡ്സ്മാൻ സ്പീക്ക് എന്ന് പറയുന്ന പരിപാടിയുടെ കേന്ദ്രബിന്ദു എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീമാണ്. എന്താണ് ഈ IOS എന്നറിയപ്പെടുന്ന റിസർവ് ബാങ്കിൻ്റെ ഒരു ഇനീഷ്യേറ്റീവ്? Reserve Bank of India Ombudsman Scheme, it is a cost-free alternate grievance redressal mechanism under which the grievances of the public will be redressed in this Ombudsman scheme. This is also an alternate avenue available to the public or to the from any of the regulated entity. If they are having any grievance, they can come to Reserve Bank of India Ombudsman under Reserve Bank of India Ombudsman scheme and they can lodge the complaint. When I say it is a regulated entity means any banks, any financial intermediary like NBFC, or it is a payment banks or any credit information company. If there is any of them which are all regulated by Reserve Bank of India, these things will come under that, and if there is any grievance to anybody, they can lodge the complaint. വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ ജനങ്ങൾക്ക് വിവിധ തരം സേവനങ്ങൾ നൽകുന്നു. ഈ സേവനങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിലോ അപാകതകളുണ്ടെങ്കിലോ അത് പരിഹരിക്കാനുള്ള ഒരു മാർഗമാണ് ഇൻ്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീം. ഇതിൻ്റെ മുഖാന്തരം ജനങ്ങൾക്ക് അതാത് ബാങ്കിങ് സ്ഥാപനത്തെയും അതിനുശേഷം ഓംബുഡ്സ്മാനെയും സമീപിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി തന്നിരിക്കുകയാണ്. ഇതിൻ്റെ ഏറ്റവും സവിശേഷമായ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് ജനങ്ങൾക്ക് കോസ്റ്റ് ഫ്രീ ആയിട്ട് ഒരു റിഡ്രസൽ മെക്കാനിസമാണ്. അതായത് കാശ് ചെലവാക്കാതെ തന്നെ ജനങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്താനുള്ള ഒരു മാർഗമാണ് ഇൻ്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീം. The integrated ombudsman scheme means there were 3 ombudsman schemes for 3 different entities. One was for the banks, the other one was for the NBFCs, that is non-banking financial companies, and third one was for the digital companies, digital transactions. Now all the 3 have been combined into one scheme under the new scheme. That is why this is called the integrated RBI ombudsman scheme. പിൽക്കാലങ്ങളിൽ റിസർവ് ബാങ്ക് ഇതിനു വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള 3 സ്കീമുകളാണ് ഉണ്ടായിരുന്നത്. ആദ്യത്തത് ബാങ്കുകൾക്ക് വേണ്ടി, രണ്ടാമത്തത് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികൾക്ക് വേണ്ടി, മൂന്നാമത് പേയ്മെൻറ്റ് സിസ്റ്റത്തിന് വേണ്ടി. ഇൻ്റഗ്രേറ്റഡ് സ്കീമിൻ്റെ പ്രത്യേകത അവ ഈ 3 പദ്ധതികളെയും സമഗ്രമാക്കി ഒരുമിച്ച് ചേർത്തു എന്നുള്ളതാണ്. ഇറ്റ്സ് എ യുണീക്ക് ഇനീഷ്യേറ്റീവ്, സർ. ഇതിനെല്ലാം പ്രധാനപ്പെട്ട ദ മെയിൻ ക്വസ്റ്റ്യൻ ഇസ് വാട്ട് ഇഫ് ഐ ഡു ഹാവ് എ കംപ്ലയിൻറ്റ്? ഒരു കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? Okay, if a person, a customer has a complaint against any one of the regulated entity, first they have to approach that regulated entity only. They have to lodge a complaint and they have to wait for minimum period of 30 days to get the reply from that regulated entity. If the regulated entity does not give any reply within 30 days, or if the reply is given by the regulated entity which is not satisfactory to the complainant, in that case that customer can come to the ombudsman under ombudsman scheme to the ombudsman to lodge the complaint against that regulated entity. However, one catch is there. Whenever the customer has to file a complaint with a regulated entity, they should take the acknowledgement. That only that will be the proof on which date they have lodged the complaint. Otherwise, if they simply say that it was lodged but and whatever they say, no, they are without any proof, that will not be entertained by us. So they have to necessarily take the acknowledgement at the time of filing the complaint with the regulated entity. ഒരു കസ്റ്റമർക്ക്, ഒരു ഉപഭോക്താവിന് ഒരു കംപ്ലയിൻ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യമായി ഏത് സ്ഥാപനത്തിൻ്റെതിരെയാണോ ഒരു തൃപ്തികരമല്ലാത്ത ഒരു സേവനത്തിൻ്റെ കംപ്ലയിൻ്റ് ഉള്ളത് ആ സ്ഥാപനത്തിനെ സമീപിക്കേണ്ടതാണ്. ആ സ്ഥാപനത്തിൽ നിന്നും 30 ദിവസത്തിനുള്ളിൽ ഒരു മറുപടി ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലഭിച്ചിട്ടുള്ള മറുപടി തൃപ്തികരമല്ല എന്നുണ്ടെങ്കിൽ റിസർവ് ബാങ്കിൻ്റെ ഓംബുഡ്സ്മാനെ സമീപിക്കാവുന്നതാണ്.
എന്നാൽ ജനങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ സമീപിക്കുന്നതിൻ്റെ തീയതി അവർ ഉറപ്പുവരുത്തേണ്ടതാണ്. അതിനുവേണ്ടി അവർ സമർപ്പിച്ച കംപ്ലൈൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു അക്നോളജ്മെൻറ്റ് അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടത് അനിവാര്യമാണ്. തീയതി അടിസ്ഥാനമാക്കിയാണ് പലപ്പോഴും തീരുമാനങ്ങൾ വരിക. അതുകൊണ്ട് തന്നെ അവർ നൽകിയിരിക്കുന്ന പരാതിയിന്മേലുള്ള തീയതി വ്യക്തമാക്കുന്ന രീതിയിലുള്ള അക്നോളജ്മെൻറ്റ് അനിവാര്യമാണ്. സർ, the key to this, the whole process of complaints is deficiency in service. So how do you define deficiency in service? Actually, that whatever the service that is to be provided by the regulated entity, if that is not given, or if there is any agreement or which is violated by the regulated entity, then there is a chance that a person will have a grievance. In such a case, it will be examined whether is there any deficiency on the part of the regulated entity, that whether any service which they are supposed to do it, they have not done it or not, that will be examined by us. ധനകാര്യ സ്ഥാപനങ്ങൾ ജനങ്ങൾക്ക് നൽകുന്ന സേവനങ്ങളിന്മേൽ ചില നിർവചനങ്ങളുണ്ട്. ആ സേവനങ്ങൾ എത്തരമായിരിക്കണം എന്നുള്ളതിന് ചില ഡെഫിനിഷൻസ് ഉണ്ട്. ആ ഡെഫിനിഷൻസിന് അനുസരിച്ചുള്ള സേവനങ്ങളല്ല ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നൽകുന്നത്, റെഗുലേറ്റഡ് എൻറ്റിറ്റി നൽകുന്നത് എന്നുണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടും. അതുകൊണ്ട് തന്നെ ഡെഫിഷ്യൻസി ഇൻ സർവീസ് എന്താണ് എന്നുള്ളത് നിർവചനത്തിനെ അടിസ്ഥാനമാക്കിയിരിക്കുന്നതാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓംബുഡ്സ്മാൻ, ദ RBI ഓംബുഡ്സ്മാൻ, do we approach him directly, or when do we approach the RBI ombudsman? As I said earlier, the first approach point should be with the regulated entity only, and the customer has to wait for 30 days. If the reply from the regulated entity is not satisfactory, they can lodge the complaint. They can lodge the complaint either directly through in the online system in cms.rbi.org.in, where they can lodge the complaint, or they can send it by post also to the address which is displayed here, that at CRPC Chandigarh, they can send it by post. റിസർവ് ബാങ്ക് ഓംബുഡ്സ്മെനെ സമീപിക്കുന്നതിന് മുൻപായിട്ട് സാധാരണക്കാർ ശ്രദ്ധിക്കേണ്ടത് ആദ്യം പരാതിയുള്ള സ്ഥാപനത്തിനെ സമീപിക്കുക എന്നുള്ളതാണ്. ധനകാര്യ സ്ഥാപനം 30 ദിവസത്തിനുള്ളിൽ നൽകുന്ന മറുപടി തൃപ്തികരമല്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓംബുഡ്സ്മാനെ സമീപിക്കേണ്ടത്. അതിന് പ്രധാനമായും നമുക്ക് 2 മാർഗ്ഗങ്ങളാണുള്ളത്. ഒന്ന്, cms.rbi.org എന്ന് പറയുന്ന സൈറ്റിൽ നിങ്ങൾക്ക് കയറി അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ പരാതികൾ ബോധ്യപ്പെടുത്താവുന്നതാണ്. 2, നിങ്ങൾക്ക് ഡയറക്റ്റ്ലി റിസർവ് ബാങ്കിൻ്റെ ഓംബുഡ്സ്മാനെ സമീപിക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു അഡ്രസ്സ് ഉണ്ട്, അതിപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്. സെൻട്രലൈസ്ഡ് റെസീപ്റ്റ് ആൻഡ് പ്രോസസ്സിംഗ് സെൻറ്റർ, 4th ഫ്ലോർ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, സെക്ടർ 17, സെൻട്രൽ വിസ്റ്റ, ചണ്ഡീഗഡ്. ഈ പറയുന്ന ഒരു അഡ്രസ്സിലേക്കാണ് നിങ്ങൾ എഴുതി നിങ്ങളുടെ പരാതികൾ ബോധ്യപ്പെടുത്തേണ്ടത്. സർ, ലൈക്ക് India is a vast country. There are so many languages, so language shouldn't be a problem. So in what all languages can we approach the RBI ombudsman? When a person is filing a complaint online, either they can give it in Hindi or English, that display is there, but in the descriptive part they can write it in any language up to 2000 characters. It can be lodged in any language. And when they are filing the complaint also, if they want any help, then there is a 14448, one toll free number is there, where they can contact, and how to file the complaint, they can take the help. This help also can be taken in any of the 10 languages, including Malayalam, Tamil, Telugu, Kannada, or any language. They can take the help over phone also. And if they are sending it by post, they can write it in any language. There is no language barrier. They can send their complaint in any language to the CRPC Chandigarh address. ജനങ്ങൾക്ക് ഈ 2 പറയുന്ന അവസരങ്ങളിലും RBI ഓംബുഡ്സ്മാനെ സമീപിക്കാവുന്നതാണ്. CMS പോർട്ടൽ മുഖാന്തരമാണ് എന്നുണ്ടെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ മാത്രം ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ എഴുതി അറിയിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ കംപ്ലൈൻറ്റിൻ്റെ പ്രസക്തമായിട്ടുള്ള ഭാഗങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഷയിൽ നിങ്ങൾക്ക് അത് എഴുതി അതിനകത്തൂടെ റിസർവ് ബാങ്ക് ഓംബുഡ്സ്മാനെ അറിയിക്കാവുന്നതാണ്. ഇതിനോടൊപ്പം തന്നെ 14448 എന്ന് പറയുന്ന ഒരു ടോൾ ഫ്രീ നമ്പറുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കുന്നതാണ്. ഇതിനകത്ത് 10ഓളം ഭാഷകളിലാണ് ഈ കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യുന്നതിനെക്കുറിച്ചും മറ്റുമുള്ള വിശദാംശങ്ങൾ ലഭ്യമാകുന്നത്. അതേസമയം നിങ്ങൾ തപാൽ മുഖാന്തരമാണ് റിസർവ് ബാങ്ക് ഓംബുഡ്സ്മാനെ സമീപിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ഭാഷയിൽ വേണമെന്നുണ്ടെങ്കിലും നിങ്ങളുടെ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്, അത് പരിശോധിക്കപ്പെടും. നൗ ദ കീ ഈസ് ഫോർ മെനി പീപ്പിൾ the charges associated with remedies is a big problem. Are there some charges associated with approaching the RBI ombudsman?
as I said, no, this is a cost-free mechanism. We don't charge any amount for filing the complaint, and moreover, we don't encourage to pay to the any intermediary also in this regard, so that no, there should not be any charge or any cost involved for the complainant. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓംബുഡ്സ്മാൻ പദ്ധതി പ്രകാരം ഒരു സാധാരണക്കാരന്, ഒരു ഉപഭോക്താവിന് ഒരു കാശും നൽകേണ്ടതില്ല. ഈ സേവനം തികച്ചും ഫ്രീ ആയിട്ടുള്ളൊരു സേവനമാണ്. ശ്രദ്ധിക്കേണ്ടത്, ഈ ഓംബുഡ്സ്മാനെ സമീപിക്കാനായിട്ട് നിങ്ങൾക്ക് ഇൻ്റർമീഡിയറീസ് ഉള്ളതല്ല. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ കാശ് നൽകേണ്ടി വരരുത് എന്നുള്ളൊരു സാഹചര്യം റിസർവ് ബാങ്ക് ഉറപ്പാക്കാൻ ആഗ്രഹിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കോസ്റ്റ് ഫ്രീ ആയിട്ടുള്ള ഈ സേവനം സാധാരണക്കാർക്ക് ലഭ്യമായിട്ടുള്ളതാണ്. പലപ്പോഴും സാധാരണക്കാർക്കുള്ള ഒരു സംശയമാണ്, എത്ര രൂപ വരെയുള്ള ഒരു പ്രശ്നത്തിനാണ് ഞാൻ RBI ഓംബുഡ്സ്മാനെ സമീപിക്കേണ്ടത്? There is absolutely no limit for the disputed amount. It can be any amount. If there is any dispute, and it will come under the powers of the ombudsman, and we will definitely take up that case. However, there are certain limits in respect of giving compensation to the complainant over and above the disputed amount. For example, if there is any compensation to be given because of the consequential loss to the original dispute, that loss can be up to 20 lakhs. Ombudsman has got the powers. Over and above, if there is any other mental agony or any harassment has happened, for that, if there is any special compensation is to be given, that is over and above this 20 lakhs, one more 1 lakh. So altogether 21 lakhs compensation can be given over and above the disputed amount. But as far as disputed amount is concerned, there is no such limit. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓംബുഡ്സ്മാനെ സമീപിക്കുന്നതിന് വേണ്ടി തർക്കത്തിൽ നിൽക്കുന്ന തുക, അതിന് ഒരു പരിധിയും ഉള്ളതല്ല. ഈ തുകയ്ക്ക് ഉപരിയായിട്ട് പലപ്പോഴും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓംബുഡ്സ്മാൻ അദ്ദേഹത്തിൻ്റെ പവർ അനുസരിച്ച് പലപ്പോഴും നഷ്ടപരിഹാരം നൽകാറുണ്ട്. അതിനകത്ത് 2 രീതിയിലുള്ള നഷ്ടപരിഹാരങ്ങളാണുള്ളത്. തർക്കത്തിലുള്ള തുകയ്ക്ക് ഉപരിയായിട്ട് 20 ലക്ഷം രൂപ വരെ കോൺസിക്വൻഷ്യൽ ആയിട്ടുള്ള നഷ്ടപരിഹാരമാണ്. അതായത് ഈ നഷ്ടത്തിൽ കിടക്കുന്ന, നിങ്ങളുടെ തർക്കത്തിൽ കിടക്കുന്ന തുക മുടങ്ങിക്കിടക്കുന്നത് കാരണം നിങ്ങൾക്കുണ്ടാവുന്ന ചില പ്രശ്നങ്ങളെക്കുറിച്ച്, അതിനകത്ത് ഓംബുഡ്സ്മാന് 20 ലക്ഷം രൂപ വരെ നൽകാവുന്നതാണ്. ഇതിനുപരിയായിട്ട് 1 ലക്ഷം രൂപ വരെ ഓംബുഡ്സ്മാന് അഡീഷണലായിട്ട് ഒരു സാധാരണക്കാരൻ, ഒരു ഉപഭോക്താവിനുണ്ടാവുന്ന മെൻ്റൽ ആഗണി, സമ്മർദ്ദത്തിന് പരിഹാരമായിട്ട് നൽകാവുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ, തർക്കത്തിലുള്ള തുകയ്ക്കുപരിയായിട്ട് 20 ലക്ഷം രൂപ കോൺസിക്വൻഷ്യൽ ലോസും 1 ലക്ഷം രൂപ മെൻ്റൽ ആഗണിക്കും, ആകെ 21 ലക്ഷം രൂപ വരെ നൽകാവുന്നതാണ്. വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം, എന്താണ് ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓംബുഡ്സ്മാന് ഒരു കംപ്ലൈൻറ്റ് കിട്ടിയാൽ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. വാട്ട് ഹാപ്പൻസ് വൺസ് ദ RBI ombudsman gets a complaint? As and when we get the complaint, first we forward this complaint to the concerned regulated entity and ask them to give the reply for the charges leveled against them. When we get the reply, we also examine and we give that copy to the complainant also to submit the feedback. Once when we get the feedback from the complainant, we see the pros and cons of both the sides and we take a call. In case if the complainant wants either to appear before us in person or through WebEx or whatever it is, we give them an opportunity, and a conciliation is also arranged, and in that conciliation meeting we call the representatives of the bank as well as the complainant, and we tell them to come to a compromise or whatever it is. If there is no such thing happening, irrespective of whether we are intervening or not, in a final this one we will be empowered to pass an award also, and based on our decision, based on the merits of the case, the complaint will be resolved. പടിപടിയായിട്ടുള്ള ചില നടപടികൾ ഈ RBI ഓംബുഡ്സ്മാൻ സ്കീമിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഒരു കംപ്ലൈൻറ്റ് ലഭിച്ചാൽ ഏതാണോ റെഗുലേറ്റഡ് എൻറ്റിറ്റി, അവരുടെ അഭിപ്രായം ആദ്യം ആരായുകയാണ്. അതിനുശേഷം കംപ്ലൈൻറ്റിൽ നിന്ന് ഒരു ഫീഡ്ബാക്കും മേടിക്കും. ഇതിനെ RBI ഓംബുഡ്സ്മാൻ സൂക്ഷ്മമായി പരിശോധിച്ചതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരെയും ഒരുമിച്ച് കൊണ്ടുവന്ന് ഒരു മീറ്റിംഗ് അതിന് വേണ്ടിയിട്ട് സെറ്റപ്പ് ചെയ്യുന്നു. അത് ശ്രദ്ധേയമായിട്ടുള്ളൊരു പോയിൻ്റ്, ഈ പലപ്പോഴും ഉള്ളൊരു കൂടിക്കാഴ്ച ഡയറക്റ്റ് ആയിക്കോണമെന്നില്ല. സാധാരണക്കാരന്, ഉപഭോക്താവിന് ഓൺലൈനായിട്ടും ഈ മീറ്റിങ്ങിൽ ചേരാനായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. അപ്പോഴും ഒരു പരിഹാരം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ RBI ഓംബുഡ്സ്മാൻ മെറിറ്റിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു പരിഹാരത്തിലേക്ക് എത്തുകയാണ്. ഒരുപക്ഷെ സാധാരണക്കാർക്കുണ്ടാവുന്ന ഒരു സംശയമായിരിക്കാം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓംബുഡ്സ്മാനിലേക്ക് എത്തിയതിന് ശേഷവും അവരുടെ ആ പ്രശ്നത്തിന് വേണ്ട രീതിയിൽ പരിഹാരം ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തു ചെയ്യും? ഇറ്റ്സ് ക്വൈറ്റ് പോസിബിൾ ദാറ്റ് സം പീപ്പിൾ ഫീൽ
that I've got a RBI ombudsman verdict, but I'm not too happy about that. So what to do? Are there any steps to be taken after that? Yeah, the complainant, if they are not satisfied with the decision given by the ombudsman, if the complaint has been closed under the appealable clause, then in that event the complainant can go on appeal to the appellate authority. That appellate authority is our executive director in central office, CEPD central office, and the address is displayed here. That address they can either give it through the online or by post also they can do it, but they have to apply for appeal should be made within 30 days from the date of the ombudsman's order. RBI ഓംബുഡ്സ്മാൻ നൽകുന്ന വിധിയിന്മേൽ പരാതിക്കാരന് തൃപ്തിയില്ലാത്ത സാഹചര്യത്തിൽ അപ്പീൽ പോകാനുള്ള ഒരു സാഹചര്യം കൂടി ഈ പദ്ധതിക്ക് കീഴിലുണ്ട്. അപ്പീൽ നൽകാനായി ഒരു ഉപഭോക്താവിന് പ്രധാനമായും 2 മാർഗങ്ങളാണുള്ളത്. ഒന്ന്, CMS പോർട്ടലിൽ കൂടി ഒരു അപ്പീൽ നൽകാവുന്നതാണ്. 2, ഇമെയിൽ മുഖാന്തരം aos@rbi.org.in എന്ന് പറയുന്ന വിലാസത്തിൽ മെയിൽ മുഖാന്തരവും സമീപിക്കാവുന്നതാണ്. രണ്ടാമത്തെ മാർഗം തപാൽ മാർഗമാണ്. അതിനു വേണ്ടിയിട്ട് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അപ്പലേറ്റ് അതോറിറ്റി അദ്ദേഹമാണ്. അദ്ദേഹത്തിന് നിങ്ങൾക്ക് തപാൽ മുഖാന്തരം സമീപിക്കാവുന്നതാണ്. വിലാസം അപ്പലേറ്റ് അതോറിറ്റി, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇൻറ്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീം, കൺസ്യൂമർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഫസ്റ്റ് ഫ്ലോർ, അമർ ബിൽഡിംഗ്, ഫോർട്ട്, മുംബൈ. ഈ വിലാസത്തിലേക്കും നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ നടപടികളെല്ലാം 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ആരംഭിക്കേണ്ടതാണ്. പലപ്പോഴും സാധാരണക്കാർക്ക് തോന്നാവുന്നൊരു ചോദ്യമാണ്, ഞാനൊരു പരാതി നൽകി, പക്ഷേ എനിക്ക് ഇനി അതിൽ നിന്ന് പിന്മാറണം, അതിനുള്ളൊരു സാഹചര്യമുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സർ, ഈസ് ഇറ്റ് പോസിബിൾ ഫോർ എ കംപ്ലൈൻറ്റന്റ് ടു വിഡ്രോ എ കംപ്ലൈൻറ്റ് ആഫ്റ്റർ ഹി ഹാസ് ഇനീഷ്യേറ്റഡ് ഇറ്റ്? Yes, the complainant can withdraw the complaint at any point of time if the complaint has been resolved, if he feels, and if he is satisfied, the full freedom is available to the complainant. കംപ്ലൈൻറ്റ് പിൻവലിക്കാനുള്ള ഒരു അവസരം കൂടി ഈ പദ്ധതിക്ക് കീഴിൽ ഒരു ഉപഭോക്താവിനുള്ളതാണ്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്ന് തോന്നുന്ന സാഹചര്യത്തിൽ ഒരു ഉപഭോക്താവിന് അദ്ദേഹത്തിൻ്റെ കംപ്ലൈൻറ്റ് തിരിച്ചെടുക്കാവുന്ന ഒരു അവസരം കൂടി ഈ പദ്ധതിക്ക് കീഴിലുണ്ട്. Apart from these activities, RBI is into creating a lot of awareness about the whole financial system, the consumer rights, and the knowledge that ideally a consumer needs to have. അത്തരത്തിൽ what are the new initiatives, what are the key activities that RBI is undertaking currently? Actually, there are various awareness programs we are conducting, and we want to make the public aware of such a scheme is available. So for that, we conduct town hall meetings also. Reserve Bank of India has issued 3 booklets. The first one is Be Aware, which talks about various modus operandi. Based on that, fraudsters have done the frauds, so that the public will be aware of such frauds. So this booklet is telling about that modus operandi of frauds. The second booklet is Raju and 40 Thieves. This booklet consists of 40 short stories in which are all the ways the fraudster is cheating, and how one should be away from these frauds. This is told in that second booklet. And the third one is the Alert Family, which talks about various facilities available in the banking system, what are all the rights and responsibilities of the customer. Everything is explained in this third booklet. Over and above, Reserve Bank of India is also issuing various public awareness initiatives through RBI Kehta Hai. That in that, public have been told what are all the various measures, safety measures the public should apply in their day-to-day life. സാധാരണക്കാർക്ക് ഫിനാൻഷ്യൽ മേഖലയെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കാനായിട്ട് നിരവധി പദ്ധതികളാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആസൂത്രണം ചെയ്ത് നടപ്പാക്കി വരുന്നത്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 3 ബുക്ക്ലെറ്റുകളാണ്. സാധാരണക്കാർക്ക് ഫ്രോഡുകളെ സംബന്ധിക്കുന്ന വിവരങ്ങൾ നൽകുന്ന 3 ബുക്ക്ലെറ്റുകളാണിവ. ഒന്നാമത്തത് ബി അവെയർ എന്ന് പറയുന്ന ഒരു ബുക്ക്ലെറ്റാണ്. അതിൻ്റെ അകത്ത് എങ്ങനെയാണ് ഫ്രോഡുകൾ നടക്കുക, അതിൽ നിന്ന് എങ്ങനെയാണ് സാധാരണക്കാർ ശ്രദ്ധിക്കേണ്ടത്, എന്തെല്ലാം ശീലങ്ങളും എന്തെല്ലാം നടപടികളുമാണ് എടുക്കേണ്ടത് എന്നുള്ള വിവരങ്ങൾ നൽകുന്നു. രണ്ടാമത് രാജു ആൻഡ് 40 തീവ്സ് എന്ന് പറയുന്ന ഒരു പരമ്പരയാണ്. സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള 40 രീതിയിലുള്ള ഫ്രോഡുകളെക്കുറിച്ചുള്ള ഇൻഫർമേഷനാണ് ഈ ബുക്ക്ലെറ്റിൽ ഉണ്ടാകുന്നത്. മൂന്നാമത്തത് ദ അലേർട്ട് ഫാമിലി എന്ന് പറയുന്ന ഒരു പരമ്പരയാണ്. അതിനകത്ത് കുടുംബങ്ങൾ എങ്ങനെ ശ്രദ്ധിക്കണം എന്ന് പറയുന്നതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നൽകിയിരിക്കുന്നു. ഇതിനുപരിയായി RBI കെഹ്താ ഹെ എന്ന് പറയുന്ന ഈ പരിപാടിയിലൂടെ വിവിധ മാധ്യമങ്ങൾ വഴി
ജനങ്ങളിലേക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അവബോധ പരിപാടികൾ എത്തിച്ചിരുന്നു. Apart from these, I'm sure Reserve Bank of India has many other initiatives to increase the confidence of people in the financial system. What are those? Recently, RBI has issued guidelines that this Lokpal is to be replaced by Ombudsman, and it is called RBI Ombudsman scheme. And we are issued various instructions that the public, before coming to the Ombudsman scheme, they should go to the regulated entity and get their complaint resolved. Only when they fail, they have to come. They should not come directly. This has been announced. And the third one is lot of digital frauds complaints are coming. So we have also taken various measures to advise the public what are all the precautions they should do, and also they should also take the facility of cybercrime by dialing 1930, and they have to take help from cybercrime also. സാധാരണക്കാർക്ക് ഫിനാൻഷ്യൽ മേഖലയെക്കുറിച്ചുള്ള അവബോധം ശക്തിപ്പെടുത്തുന്നതിനായി, അവർക്ക് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുന്നതിനായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിരവധി നടപടികൾ എടുത്തു വരികയാണ്. ഒന്നാമത്തത്, മുൻപുണ്ടായിരുന്ന ലോക്പാൽ എന്ന് പറയുന്ന പദം മാറ്റി ഓംബുഡ്സ്മാൻ എന്നാക്കി, അതായത് ഇപ്പോഴുള്ള RBI ഓംബുഡ്സ്മാൻ സ്കീം. രണ്ടാമത്, സാധാരണക്കാർ പലപ്പോഴും ഇതിനെക്കുറിച്ച് നേരെ രീതിയിൽ അറിയാത്തത് കാരണം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓംബുഡ്സ്മാനെ നേരിട്ട് സമീപിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം ആ റെഗുലേറ്റഡ് എൻറ്റിറ്റിയിലേക്ക് സമീപിച്ചതിന് ശേഷം മാത്രമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓംബുഡ്സ്മാനെ സമീപിക്കേണ്ടത്. മൂന്നാമത്തത്, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വളർന്നു വരുന്ന ഡിജിറ്റൽ ക്രൈമുകളും സൈബർ ഫ്രോഡുകളുമാണ്. ഇതിനെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കാനായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിരവധി നടപടികൾ എടുത്തു വരുന്നുണ്ട്. നാലാമത്തത്, 1930 1930 എന്ന് പറയുന്ന ടോൾ ഫ്രീ നമ്പർ സൈബർ ഫ്രോഡുകളും ഡിജിറ്റൽ ഫ്രോഡുകളും റിപ്പോർട്ട് ചെയ്യാനായിട്ട് സാധാരണക്കാരിലേക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എത്തിക്കുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഡിജിറ്റൽ ഫ്രോഡുകളും സാമ്പത്തിക തട്ടിപ്പുകളും കൂടി വരുന്നൊരു സാഹചര്യമാണ്. ഈ തട്ടിപ്പിലൂടെ ധനം നഷ്ടമായാൽ നമ്മൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ആർക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നതിനെക്കുറിച്ച് RBI എന്ത് പറയുന്നു എന്ന് നമുക്ക് നോക്കാം. സർ, there would be losses at times due to fraudulent transactions. So what does RBI say regarding the losses in fraudulent transactions? Prevention is better than cure. We have to take all precautions to protect ourselves from the fraudsters. So what are the protections that RBI is envisaging or recommending? These things should be applied. That is the number one. Then number two, whenever any fraud has happened, immediately without any time delay, you have to report it to your bank or the regulated entity about that fraud, and what are all the things that should be frozen or what are to be protected, that should be taken into account, and also the date on which you are reporting it to the bank or regulated entity. Take the acknowledgement and keep it with you. This is most important thing. And in case of need, you can also lodge a police complaint and 1930, all the things you have to take those steps. RBI has issued guidelines in respect of the losses suffered by the complainant or any person. In such an event, immediately they have to go and report to the regulated entity. If they report it within 3 working days, and this is most important, and if there is no responsibility or any compromise on the part of the complainant in sharing the credentials, in such an event, the entire money will be reimbursed to the complainant. There won't be any loss. If the complainant has shared any of the credentials to the fraudster, if it is proved, or he is not reporting within 3 working days, in such an event, then second scenario, the loss should be borne by the complainant only. There is a third scenario where if the complainant has reported to the regulated entity, and if there is any loss or anything happens to his account subsequent to the reporting, then whatever has been loss suffered, even though he has compromised his credentials and all those things, only up to that limit only that loss will be borne by the complainant. Any loss suffered after the reporting to the bank, that will be borne by the regulated entity. That is a scenario number 3. Prevention is better than cure. നമ്മളെ തന്നെ സുരക്ഷിതരാക്കി വെക്കുക എന്നുള്ളതാണ് ഇതിലാദ്യം ചെയ്യേണ്ട നടപടി.
ഇതിന് വേണ്ടിയിട്ടുള്ള നടപടികളെക്കുറിച്ചുള്ള അവബോധം നമ്മൾ സൃഷ്ടിക്കണം. എന്തെങ്കിലും തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ വേണ്ട രീതിയിൽ വേണ്ട അതോറിറ്റീസിനെ അറിയിക്കേണ്ടതാണ്. ധനം നഷ്ടമായാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഫിക്സ് ചെയ്യുന്നത് പ്രധാനമായും 3 രീതികളിലാണ്. ഒന്ന്, ഒരു ഉപഭോക്താവിൻ്റെ പ്രശ്നം കൊണ്ടല്ല അദ്ദേഹത്തിന് ധനം നഷ്ടമാകുന്നത് എന്നുണ്ടെങ്കിൽ അദ്ദേഹം 3 ദിവസത്തിനുള്ളിൽ ബാങ്കിനെ അറിയിച്ചിട്ടുണ്ട് എന്ന സാഹചര്യത്തിൽ ഉപഭോക്താവിന് യാതൊരു കാശും നഷ്ടമാകില്ല. നഷ്ടമായ തുകയെല്ലാം അദ്ദേഹത്തിന് തിരിച്ചു ലഭിക്കും. രണ്ടാമത്തെ സാഹചര്യം, ഉപഭോക്താവിൻ്റെ കയ്യിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു പിഴ കാരണമാണ് അദ്ദേഹത്തിന് ധനം നഷ്ടമായിട്ടുണ്ട് എന്ന് പറയുന്ന സാഹചര്യമാണ്. അതിനകത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് വരെയുള്ള നഷ്ടങ്ങൾ മാത്രമാണ് ഉപഭോക്താവിന് സഹിക്കേണ്ടി വരിക. മൂന്നാമത്തെ സാഹചര്യം, ഉപഭോക്താവിൻ്റെ കയ്യിൽ നിന്നുണ്ടായ ചില പിഴ മൂലം അദ്ദേഹത്തിന് ധനം നഷ്ടമായിട്ടുണ്ട്. അദ്ദേഹം അതിനുശേഷമാണ് റെഗുലേറ്റഡ് എൻറ്റിറ്റിയെ അറിയിക്കുന്നത്. അതുവരെയുള്ള നഷ്ടം ഉപഭോക്താവിന് സ്വാഭാവികമായിട്ടും ഉണ്ടാകും. എന്നാൽ അറിയിച്ചതിന് ശേഷവും വീണ്ടും നഷ്ടമുണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം റെഗുലേറ്റഡ് എൻറ്റിറ്റിയിലായിരിക്കും. അങ്ങനെ 3 സാഹചര്യങ്ങളാണ് നഷ്ടത്തിന് കണക്കാക്കാൻ വേണ്ടി ഈ പദ്ധതിക്ക് കീഴിൽ വിഭാവനം ചെയ്തിരിക്കുന്നത്. സർ, ആസ് എ ഹോൾ, the Reserve Bank and the Banking Ombudsman is taking a lot of efforts. Your final words to the customers directly, what would you say them for them to be happy, to have confidence in the financial system? See, if an illiterate person, if he learns to read and write, he becomes literate. Once if he becomes literate, throughout his lifetime, he is a literate. But whereas in the financial literacy, if a person will be financially illiterate today and he will become financially literate tomorrow, and if he is not updating his knowledge, he will again become financially illiterate. So that is the major difference. So you have to constantly update what are all the things you have to apply in your day-to-day life to protect from these fraudsters. If a person as on today does not know what is digital arrest, what is the jumped deposit scheme, he is a financially illiterate, because he will be a easy prey to the fraudsters through these schemes. And that is why Reserve Bank of India is advocating that what are all the steps or precautions you should take. Don't reveal your password to anybody. Don't download any of the app which you are not required, or if you don't attend any phone call from the unknown person, and whatever he says, don't believe and don't trust, and don't go by the words of the unknown persons. All these things we tell in various advertisements and schemes, and these things are to be applied by the public in day-to-day life to protect themselves. So again, I am telling prevention is better than cure. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, അവബോധമുണ്ടാക്കുക എന്ന് പറയുന്നത് ഈ ഡിജിറ്റൽ മേഖലയിൽ, ഫിനാൻഷ്യൽ മേഖലയിൽ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. സാറ് ഉത്തമമായിട്ടുള്ളൊരു ഉദാഹരണമാണ് അതിന് പറഞ്ഞത്. ഒരുപക്ഷെ അക്ഷരങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ വിദ്യാഭ്യാസം നമുക്ക് ലഭിക്കുന്നു. ആ വിദ്യാഭ്യാസം നമ്മൾ ആയുഷ്കാലമുള്ളതാണ്. എന്നാൽ ഫിനാൻഷ്യൽ മേഖല വ്യത്യസ്തമാണ്. നിരന്തരമായിട്ട് പുതിയ പുതിയ മാറ്റങ്ങൾ വരുന്നുണ്ട്, പുതിയ പുതിയ രീതിയിലുള്ള തട്ടിപ്പുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് സാധാരണക്കാർ നിരന്തരമായിട്ട് ഫിനാൻഷ്യൽ ലിറ്ററസി, ഫിനാൻഷ്യൽ അവബോധം ഉണ്ടാക്കേണ്ടത് അനിവാര്യമാണ്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം, സർ. നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓംബുഡ്സ്മാനായ കമല കണ്ണൻ സാറാണ്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. താങ്ക് യു ഫോർ ബീയിങ് വിത്ത് ദൂരദർശൻ. Thank you to your viewers also. Thank you very much.